ഇനിയിപ്പോൾ ഇവിടെ നേരെ അങ്ങോട്ടോ നിങ്ങൾ? ആ ഹാ, അവിടെയാണ് വെക്കുന്നത്. ആ ഹാ, ചിരഞ്ചിറപ്പള്ളിയിലെ സഭയുടെ ഒരു വല്ലാത്ത സംഭവം ഇപ്പോൾ. പ്രിയ സുഹൃത്തുക്കളെ, സങ്കടമുള്ളൊരു വാർത്തയാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇത് എൻ്റെ വീടിനടുത്താണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് 9-ാം വാർഡ് പൊങ്ങൻപാറഞ്ഞ് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ എൻ്റെ വീട് കഴിഞ്ഞ് സ്വല്പം കൂടെ മുന്നോട്ട് പോകുന്നിടത്താണ് രാജു എന്ന് പറഞ്ഞ ഒരാൾ കുറച്ച് നാൾ മുമ്പാണ് ഇവിടെ താമസത്തിന് വന്നത്. ലൈഫ് മിഷൻ്റെ ഇവർക്കൊരു വീട് കിട്ടിയതാണ്. അപ്പോൾ അദ്ദേഹവും വൈഫും കൂടെയാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഇവർക്കൊരു മോള് ഉള്ളായിരുന്നു. ആ മോള് പുതുപ്പള്ളി ഡോൺ ബോസ്കോയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് മരണപ്പെട്ടു. അപ്പം അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ അവിടെ വീടെല്ലാം വിറ്റു. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഇപ്പം പൊങ്ങമ്പാറ താമസത്തിന് വന്ന കാലം തൊട്ട് ഇദ്ദേഹവുമായിട്ട് രാജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, വൈഫിൻ്റെ പേര് ഡാർലി. അപ്പം വന്ന കാലം തൊട്ട് ഇവരുമായിട്ട് നല്ല പരിചയത്തിലായിരുന്നു. അപ്പം ഇങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങോട്ട് വിശ്വാസികളാണ്. അപ്പം ഇങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കൂടുതൽ പെട്ടെന്ന് അങ്ങ് അടുത്തു. കാരണം നമ്മുടെ ഈ അടുത്തുള്ള പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഇവർ നല്ല അടുപ്പത്തിലായിരുന്നു. അപ്പം എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ ആ നാട്ടിലുള്ള എല്ലാവരുമായിട്ട് അവർ നല്ല സൗഹൃദത്തിലായി. കാരണം നിങ്ങൾക്ക് കാണാം, ഈ മൃതദേഹം ഇവിടെ കൊണ്ടുവന്ന സമയത്ത് അവിടെ കൂടി ജനങ്ങൾ, ഞാൻ ആദ്യം അവിടെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ വീഡിയോ എടുത്തത്. ആ പ്രദേശത്തുള്ള ആൾക്കാർ മുഴുവൻ ആ സമയത്ത് മൃതദേഹം അധിക സമയം ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം അവിടുന്ന് അവർ പറഞ്ഞ് നേരത്തെ അവിടെ കൊണ്ടുപോയി മൊബൈൽ മോർച്ചറിയിൽ വെക്കണമെന്ന് പറഞ്ഞു. അപ്പം അതിനുവേണ്ടി ഇവർ അധിക സമയം ഇവിടെ വെക്കുന്നില്ല. അന്നേരം തന്നെ ഇവിടുത്തെ ചെറിയൊരു പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് കൊണ്ടുപോവുകയാണ്. ഈ രാജു എന്ന് പറഞ്ഞ ആൾക്ക്, അദ്ദേഹത്തിന് ഒരു 67 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം വെട്ടത്തുകാല വെച്ച് റോഡ് ക്രോസ് ചെയ്തപ്പോൾ തന്നെ ഒരു ബസ് തട്ടി അദ്ദേഹം പിന്നെ പെട്ടെന്ന് ഗുരുതരാവസ്ഥയിലാകുകയായിരുന്നു. അങ്ങനെ മരണപ്പെടുകയായിരുന്നു. ഇന്നലെയാണ് മരണം സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് അപകടം ഉണ്ടായതിൻ്റെ കാര്യമാണ് നമുക്കിനിയും പറയാൻ പോകുന്നത്. ഞാൻ മിനിഞ്ഞാന്നാണ് ഈ അപകടം ഉണ്ടായത്. ആ സമയത്ത് ഞാൻ ശബരിമല പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ വിവരങ്ങളൊന്നും അറിഞ്ഞില്ല. ശബരിമല ചെന്ന് അവിടെ കുറേ വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേന് ഫോൺ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആയിപ്പോയി. അവിടെ പിന്നെ അങ്ങനെയുള്ള കുത്തിയിടാനും അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ആകപ്പാടെ ഇവിടുത്തെ വിവരങ്ങളൊന്നും അറിയാൻ പറ്റിയില്ല. ഈ രാജു എന്ന് പറഞ്ഞ ആൾ തിരുവല്ലക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ വീടാണ് ഇവിടെ മഞ്ചേരിയിലെ വലിയ വീട്ടിൽ കുടുംബത്തിലെയാണ് വൈഫിൻ്റെ ആങ്ങള താമസിക്കുന്നത് കൈതപ്പാലത്താണ്. അപ്പം കൈതപ്പാലത്ത് അവിടെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വീട്ടോട്ട് വന്ന വഴിയാണ്. അപ്പം വെട്ടത്തോലെ കാനറ ബാങ്കിൻ്റെ അവിടുന്ന് റോഡ് ക്രോസ് ചെയ്തപ്പോഴത്തേന് കോട്ടയം കോഴഞ്ചേരി റോഡിലൂടെ കൽപ്പന എന്ന് പറഞ്ഞ ബസ് വന്ന് തട്ടുകയായിരുന്നു. ബസ് നല്ല സ്പീഡിൽ തന്നെയായിരുന്നു. കാരണം വെട്ടത്തോലെ അതിന് സ്റ്റോപ്പില്ലായിരുന്നു. അപ്പോൾ ആളെ ഇറങ്ങാനും ഇല്ലാഞ്ഞുകൊണ്ട് ആ വന്ന സ്പീഡിൽ ഇദ്ദേഹത്തിനായിട്ട് തട്ടുകയായിരുന്നു. ബസ് തട്ടി ഉടൻ തന്നെ ജീവനക്കാർ പെട്ടെന്ന് തന്നെ ചാടി ഇറങ്ങുകയും തൊട്ട് സമീപത്തുള്ള കടക്കാരും എല്ലാം ആളെല്ലാം അവിടെ കൂടി പെട്ടെന്ന് തന്നെ. അങ്ങനെ വന്നപ്പോൾ തന്നെ അദ്ദേഹം ഇടിച്ച് വഴിയിലോട്ട് സൈഡിലോട്ട് കിടക്കുകയായിരുന്നു. അവിടുന്ന് അദ്ദേഹത്തെ എടുത്തപ്പോഴത്തേന് ഞരക്കം മാത്രമേ ഉള്ളൂ. അപ്പം നല്ലപോലെ അദ്ദേഹത്തിനിട്ട് വണ്ടി തട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചിട്ട് വന്ന വണ്ടിക്ക് കൈ കാണിച്ചിട്ട് ആരും നിർത്തിയില്ല. കുറച്ച് സമയം എടുത്തു. എന്നിട്ട് തൊട്ടടുത്തൊരു ഓട്ടോ സ്റ്റാൻഡുണ്ട്, എല്ലാവരും അവിടെ ഓടിച്ചെന്നു. അവിടെ 2 വണ്ടി കിടക്കുന്നുണ്ട്. ഡ്രൈവർമാരും ഇല്ലാതെ വന്നു. അപ്പോൾ അത് കാരണം അവിടെ നിന്ന് ആൾക്കാരെല്ലാം കൂടെ ബസ്സുകാരോട് പറഞ്ഞു, നിറയെ യാത്രക്കാരുമായിട്ട് വന്ന ബസ്സായിരുന്നു. അപ്പോൾ അവരോട് തന്നെ പറഞ്ഞു, നിങ്ങൾ തന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അവർ പിന്നെ പെട്ടെന്ന് അതിലെ യാത്രക്കാരെ മുഴുവൻ, കോഴഞ്ചേരി വരെയുള്ള ആൾക്കാരുണ്ട്, അവരെല്ലാം അവിടെ ഇറക്കിയിട്ട് യാത്രക്കാരെല്ലാം സഹകരിച്ചു കേട്ടോ. അവരെല്ലാം അവിടെ അന്നേരം തന്നെ ഇറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേന് ബസ് അവിടെ ഇട്ടുകൊണ്ട് തിരിച്ചിട്ടാണ് ഇദ്ദേഹത്തെ ബസ്സിലേക്ക് കയറ്റി. അപ്പം ഡ്രൈവറും കണ്ടക്ടറും മാത്രമേ ഉള്ളായിരുന്നു. മറ്റുള്ള ആരും ഇവിടെ നിന്ന് കൂടെ പോകാൻ പോലും ആരും ഇല്ലായിരുന്നു. അവരൊറ്റയ്ക്കായിരുന്നു. അത് കാരണം ബസ്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ കിടത്തിക്കൊണ്ടാണ് ഇവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഈ അപകടം സംബന്ധിച്ച് പത്രത്തിൽ വന്ന വാർത്ത ഇതാണ്: പുതുപ്പള്ളി വെട്ടത്തുകാല വഴി മുറിച്ച് കിടന്ന യാത്രക്കാരനെ ബസ് ഇടിച്ച് ഗുരുതര പരിക്ക്. കോട്ടയം കോഴഞ്ചേരി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സാണ് ഇടിച്ചത്. പരിക്കേറ്റയാളെ അതേ ബസ്സിൽ തന്നെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എന്നാൽ അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജിൽ വെച്ച് അസുഖം ഗുരുതരമാകുകയായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം മരണപ്പെട്ടത്.
മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മന്ദിരം ആശുപത്രി മോർച്ചറിലാണ് വെച്ചത്. ഇന്ന് രാവിലെയാണ് മന്ദിരത്തിൽ നിന്നെടുത്ത് ഇന്ന് പൊങ്ങമ്പാറ ഭവനത്തിൽ കൊണ്ടുവന്ന് അതിനുശേഷം ഇവിടെ അധികം സമയം വെച്ചില്ല, 10 മിനിറ്റേ വെച്ചുള്ളൂ. നാട്ടുകാർക്ക് എല്ലാവർക്കും കാണാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അതിനുശേഷം ഭാര്യ സഹോദരൻ്റെ വീട് കൈതേപ്പാലത്താണ്. അവിടെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെയാണ് സംസ്കാര ശുശ്രൂഷകളെല്ലാം നടക്കുന്നത്. അതിനുശേഷം ചീരഞ്ചിറ IGC സഭ സെമിത്തേരിയിൽ വെച്ചാണ് സംസ്കാരം നടക്കുന്നത്. അപ്പം പ്രിയ രാജചേട്ടന് ഞങ്ങളുടെ നാട്ടുകാരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും 1000 പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. മൃതദേഹവുമായിട്ട് ആംബുലൻസ് വെട്ടത്തുകവലയിലാണ് എത്തിയിരിക്കുന്നത്. വെട്ടത്തുകവലയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കൈതേപ്പാലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ കുരിശുംതൊട്ടിയുടെ തൊട്ട് സമീപത്ത് തന്നെയാണ് അദ്ദേഹത്തിന് അപകടമുണ്ടായത്. ഇവിടെ ഈ അടുത്ത കാലത്ത് ഒരുപാട് അപകടങ്ങൾ ഈ വെട്ടത്തുകവല കവലയായിട്ട് തൊട്ടടുത്ത് തന്നെ സംഭവിക്കുകയും ചെയ്തു. ഒരുപാട് പേര് മരണപ്പെടുകയൊക്കെ ചെയ്തു. അതിനെപ്പറ്റി നമുക്കിപ്പം പറയാവേ. ബാക്കി നമുക്ക് അങ്ങോട്ട് വീട്ടിലേക്ക് പോവുകയാണ്. വണ്ടി കൈതേപ്പാലത്തിലേക്ക് പോവുകയാണ്. ഇത് കൈതേപ്പാലം ജംഗ്ഷനാണ്. ഇവിടുന്ന് വലത്തോട്ട് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയുടെ റോഡിലാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. രാജചേട്ടൻ്റെ ഭാര്യ സഹോദരൻ്റെ വീട്ടിലാണ്. ഇതാണ് വെട്ടത്തുകവല ജംഗ്ഷൻ. മീനിടം റോഡും കൂടെ സംഗമിക്കുന്ന സ്ഥലമാണ്. ഈ അടുത്ത കാലത്ത് ഇവിടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വെട്ടത്തുകവല സ്കൂൾ തൊട്ട് കൈതേപ്പാലം വരെ ഇപ്പം ഒരുപാട് അപകടങ്ങളായി. അതിൽ 1-2 പേരുടെ ജീവൻ പോയി. അതുപോലെ ഈ വെട്ടത്തുകവല കഴിഞ്ഞ ദിവസം ഒരു കടക്കാരനിട്ട് വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയിട്ട് ഏത് വണ്ടിയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ ഈ തൊട്ട് തടിമലിൻ്റെ അവിടെ ഒരാൾ വഴി ക്രോസ് ചെയ്തപ്പോഴത്തേന് വാഹനം ഇടിച്ചു മരിച്ചു. ബസ്സുകളുടെ അമിത വേഗമാണെന്നാണ് നാട്ടുകാർ പലരും പരാതി പറയുന്നത്. കാരണം ബസ് ഇടപെട്ടുള്ള പെർമിറ്റ് കൊടുക്കുക, അധികാരികളാണ് ഇതിനെല്ലാം ഉത്തരവാദികൾ. ഇതുപോലെ സമയമില്ലാ സമയങ്ങളിലൊക്കെ ബസ് പായുകയാണ് ആൾക്കാർ. ഇപ്പം ഇന്നലെ അവിടെ ഉണ്ടായ ബസ്സിലെ യാത്രക്കാർ പറഞ്ഞത് ബസ് നല്ല സ്പീഡായിരുന്നു,
അങ്ങനെയാണ് ഇവിടെ വെച്ച് അപകടം. പക്ഷേ ഇവിടെ ആളെ ഇറങ്ങാനുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു അപകടം ഇവിടെ സംഭവിക്കത്തില്ലായിരുന്നു. കാരണം ആ കോട്ടത്തുനിന്ന് വന്ന സ്പീഡിലാണ് ഈ ആൾക്കട്ട് രാജേട്ടനായിട്ട് വണ്ടി ഇടിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ തന്നെ ഇവിടെ ഒരു സീബ്ര ലൈൻ വരച്ചിട്ടുണ്ട്. ഇതിന് തൊട്ട് സമയത്തിന് ഇതിവിടെ വെച്ചാണ് അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്നാമത് ഇവിടെ വഴി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ 2-3 പ്രാവശ്യം ഇവിടെ വീഡിയോ ചെയ്ത്. കാരണം ജൽജീവൻ മിഷൻകാർ വഴി പൊട്ടിച്ചിട്ടിട്ട് പിന്നെ അവർ ആ ഭാഗത്തോട്ട് തിരിഞ്ഞ് നോക്കിയില്ല. അവിടെ പിന്നെ നാട്ടുകാരവിടെ കുഴിയും മണ്ണെടുത്തിടുകയും പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും പേരിന് വന്ന് കുറച്ച് കോൺക്രീറ്റ് ഇടുന്നത്. നിങ്ങൾക്ക് ഇവിടുത്തെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഇതാണ് ഇവിടുത്തെ കവലയിലെ തിരക്ക്. ഇവിടെ പഞ്ചായത്ത് അധികാരികളോട് പലവട്ടം നാട്ടുകാർ പറഞ്ഞിട്ട് ഇവിടെ ഒരു ഡിവൈഡറോ എന്തെങ്കിലും ഇതിന് ഒരു സ്പീഡ് കുറയ്ക്കാനോ എന്തെങ്കിലും ഒരു സംവിധാനം ഇവിടെ ചെയ്തില്ലെങ്കിൽ ഇവിടെ ഇനിയും നിരത്തുകളെ ജീവൻ പൊലിഞ്ഞുകൊണ്ടിരിക്കും. കണ്ട ഇവിടുത്തെ തിരക്ക് നിങ്ങൾക്ക് അറിയാം. അവിടുന്ന് വരുന്നത് ഒന്നാമത് ഇവിടെ ഒരു മറവാണ്, വണ്ടി വരുന്നതൊന്നും കാണത്തില്ല. വാഹനങ്ങൾ കയറി വരുന്നത് ഈ സൈഡ് വഴി. അതുപോലെ മീനടം ബസ്സുകാർ ചില സമയത്ത് ഇവിടുന്ന് തിരിയാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോഴത്തേന് ആ കടയുടെ സൈഡിൽ കൂടെ തന്നെ ചേർന്ന് കിടക്കും. എന്നാൽ എതിരെ വരുന്ന വണ്ടിക്കാരൊക്കെ അവരൊക്കെ ചിലപ്പം അതുപോലെ ഭാഗ്യമുള്ളവർ മാത്രമേ രക്ഷപ്പെട്ടു പോകത്തുള്ളൂ. അത്രയൊരു അവസ്ഥയിലാണ് ഇപ്പം വെട്ടത്തുകലയുടെ സിറ്റുവേഷൻ. അതുപോലെ ബസ്സുകാർ നിർത്തുന്നത് വഴിയുടെ നടുക്ക് അവർ നിർത്തത്തുള്ളൂ. ആ കവലയുടെ സെൻറ്ററിൽ ഒരു വാഹനങ്ങളും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കയറി പോകാത്ത രീതിയിൽ ബസ്സുകാർ നിർത്തത്തുള്ളൂ. അപ്പോൾ ഇതിന് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു പരിഹാരം അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. PWD അധികാരികളുടെ ഉപേക്ഷ എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇവിടെ ഇതുപോലെ പൊട്ടിച്ചിട്ട് ജലജീവൻ്റെയൊക്കെ പൊട്ടിച്ചിട്ടിട്ട് ഇതുപോലെ കുഴിയായിട്ട് എത്ര നാളായി കിടക്കുന്നു. Yes.